ഇടതു വലതു മുന്നണികളുടെ വ്യാജ വോട്ട് ആരോപണത്തിന്റെ മുനയൊടിച്ച് ബി.ജെ.പി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ബൂത്തുകളിൽ വരെ നേടിയ വോട്ടിന്റെ കണക്കുകൾ നിരത്തിയാണ് ഇടതു വലതു മുന്നണികളുടെ ആരോപണങ്ങൾ പൊളിച്ചത്. ബി.ജെ.പി. തൃശൂരിൽ നേടിയത് ഐതിഹാസിക വിജയമാണെന്നും സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ വ്യക്തമാക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി.ജെ.പി. വിജയിച്ചതിന് ശേഷം പലവിധ വ്യാജ ആരോപണങ്ങളുമായി ഇടത് വലതു മുന്നണികൾ രംഗത്ത് വന്നിരുന്നു. അതിലെ അവസാനത്തേതാണ് വ്യാജ വോട്ടാരോപണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബൂത്തുകളിലടക്കം നേടിയിട്ടുള്ള ബി.ജെ.പി. മുന്നേറ്റത്തിന്റെ കണക്കുകൾ നിരത്തിയാണ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ ഇടത് വലതു മുന്നണികളുടെ ആരോപണങ്ങളെ ഖണ്ഡിച്ചത്. ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിന്നും ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പരാജയത്തിലേക്ക് വീഴുകയായിരുന്നുവെന്നും ഇതുവരെ മനോനില വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലെന്നും കെ അനീഷ് കുമാർ കുറ്റപ്പെടുത്തി. അത്ര വലിയ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലായിരുന്നു CPM-ഉം കോൺഗ്രസും. ആ കൊടുമുടിയിൽ നിന്നാണ് 75,000 വോട്ടിന് നിലംപതിച്ചത്. അത് അംഗീകരിക്കാനുള്ള ആ മനോനില വീണ്ടെടുക്കാൻ ഒരു വർഷം കഴിഞ്ഞിട്ടും സുനിൽകുമാറിന് സാധിച്ചിട്ടില്ല. CPM നേതാവ് എ വിജയരാഘവൻ, മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്, CPM നേതാവ് MK കണ്ണൻ, MM വർഗീസ് അടക്കമുള്ളവരുടെ ബൂത്തുകളിൽ ബി.ജെ.പി. ആധികാരികമായിട്ടുള്ള മുന്നേറ്റമാണ് നടത്തിയത്. ഇവരിൽ ആരും പരാതികൾ ഉന്നയിച്ചിട്ടില്ല. സ്വന്തം വോട്ട് ചോർന്നു പോയതിന്റെ ജാള്യത മറയ്ക്കാനാണ് ഇപ്പോഴത്തെ വ്യാജ ആരോപണങ്ങളെന്നും അനീഷ് കുമാർ വ്യക്തമാക്കി. ഈ പറയുന്ന രാജനും ബാലചന്ദ്രനും സുനിൽകുമാറും പിന്നെ KP രാജേന്ദ്രനും ഇനി ജോസ് വള്ളൂരും സുനിൽ അന്തിക്കാടും സമുന്നതരായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരുള്ള മണ്ഡലമാണ് നാട്ടിയ നിയോജക മണ്ഡലം. എവിടെയെങ്കിലും ഒരു പരാതി ഉണ്ടോ? അവിടെ ബി.ജെ.പി. 14,000 വോട്ടിനല്ലേ ബി.ജെ.പി. അവിടെ ലീഡ്. സ്വന്തം പാർട്ടിക്കാർ ചവറ്റുകൊട്ടയിലേക്ക് ചവച്ചു തുപ്പിയതിന് ബി.ജെ.പിയുടെ നെഞ്ചത്താണോ കയറേണ്ടത്? വി എസ് സുനിൽകുമാർ തൃശൂരിലെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ്. ജനവിധി അംഗീകരിക്കാൻ സുനിൽകുമാർ തയ്യാറാവണം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലാണ് ബി.ജെ.പി. ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തത്. അവിടെ ലീഡ് ചെയ്തത് കെ മുരളീധരനാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ കള്ളവോട്ട് ചേർത്തിട്ടാണോ UDF ലീഡ് ചെയ്തതെന്ന് അനീഷ് കുമാർ ചോദിച്ചു. ത്രിതല പഞ്ചായത്ത് വോട്ടർ പട്ടികയിൽ CPM വ്യാപക ക്രമക്കേടാണ് നടത്തുന്നത്. വാടക വീട് എവിടെ കണ്ടാലും CPM കള്ളവോട്ട് ചേർക്കുകയാണെന്നും അനീഷ് കുമാർ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോൻ പറമ്പിൽ, ജില്ലാ സെക്രട്ടറി റോഷൻ NR എന്നിവരും പങ്കെടുത്തു. ജനം, തൃശൂർ.